നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് സമയത്തെത്തിയായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, എക്സാമിന് സമയത്തെത്തിയായിരുന്നോ, അല്ലെങ്കിൽ ജോലിക്ക് സമയത്തെത്തിയായിരുന്നോ, സ്കൂളിൽ സമയത്തെത്തിയായിരുന്നോ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കാറില്ലേ, നിത്യജീവിതത്തിൽ എപ്പോഴും ചോദിക്കുന്നത് അല്ലേ. നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് പഠിക്കുന്നത്, അതിൽ കൂടുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിത് ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, ഷെയറും ചെയ്യേണ്ട, പഠിച്ചാൽ മാത്രം മതി. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. സ്റ്റേഷനിൽ സമയത്തെത്തിയായിരുന്നു. നമുക്കിങ്ങനെ ചോദിക്കാം, ഡിഡ് യു ഗെറ്റ് ടു ദ സ്റ്റേഷൻ ഓൺ ടൈം? ഡിഡ് യു ഗെറ്റ് ടു ദ സ്റ്റേഷൻ ഓൺ ടൈം? ഓക്കെ, നമുക്ക് ഒന്നിച്ച് പറയാം. നമ്മളെല്ലാവരും ഒന്നിച്ച് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്. കൂടുതൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞത് എന്താണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് ഏത് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ഡിഡ് യു ഗെറ്റ് ടു ദ സ്റ്റേഷൻ ഓൺ ടൈം. ഈ ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയത്തിന് എത്തിയെന്നുള്ളതാണ് ഓൺ ടൈം. ഇനി സമയത്തിന് മുമ്പ് എത്തുന്നത് നമുക്ക് ഇൻ ടൈം എന്ന് പറയാം. എന്താണ് ഇൻ ടൈം? ഡിഡ് യു ഗെറ്റ് ടു ദ സ്റ്റേഷൻ ഓൺ ടൈം? ഇത് തന്നെ നമുക്ക് ഈ ഗെറ്റ് ടുവിന് പകരം റീച്ച് ഉപയോഗിച്ച് പറയാം. ഡിഡ് യു റീച്ച് ടു ദി എക്സാം ഹാൾ ഓൺ ടൈം? നീ എക്സാം ഹാളിൽ സമയത്തെത്തിയായിരുന്നോ? ഡിഡ് യു റീച്ച് ടു ദ എക്സാം ഹാൾ ഓൺ ടൈം? ഡിഡ് യു ഗെറ്റ് ടു ദ എക്സാം ഹാൾ ഓൺ ടൈം? നമുക്കതിന് മറുപടി ആയിട്ട് പറയാം, യെസ് ഐ ഡിഡ്. ഞാൻ എത്തിയായിരുന്നു. യെസ് ഐ ഡിഡ്. നോ ഐ ഡിഡ്ന്റ്. ഇല്ല, എത്തിയില്ല. അല്ലെങ്കിൽ ഐ വാസ് ലേറ്റ്. നോ ഐ വാസ് ലേറ്റ്. അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ. ഓഫീസിൽ സമയത്ത് എത്തിയായിരുന്നോ? ഇത് തന്നെയാണല്ലേ. ഡിഡ് യു റീച്ച് ടു ദിസ് ഓഫീസ് ഓൺ ടൈം? അല്ലെങ്കിൽ ഡിഡ് യു ഗെറ്റ് ടു ദ ഓഫീസ് ഓൺ ടൈം? ഡിഡ് യു ഗെറ്റ് ടു ദ ഓഫീസ് ഓൺ ടൈം? ഇന്റർവ്യൂവിന് സമയത്ത് എത്തിയായിരുന്നോ? ഇത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റിൽ എഴുതുക. ഇന്റർവ്യൂവിന് സമയത്ത് എത്തിയായിരുന്നോ നമുക്ക് എങ്ങനെ ചോദിക്കാം. അപ്പോൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ലൈക്ക് ചെയ്യുന്നതാണ്. ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും വന്നിട്ട് ഈ ചാപ്റ്റർ ഒന്നുകൂടെ കാണുക. ഇന്നലെ ഓഫീസിൽ പോയായിരുന്നു. ഡിഡ് യു ഗോ ടു ദ ഓഫീസ് യെസ്റ്റർഡേ? ഡിഡ് യു ഗോ ടു ദ ഓഫീസ് യെസ്റ്റർഡേ? ഇന്നലെ സ്കൂളിൽ പോയായിരുന്നോ? എങ്ങനെ പറയും? ഡിഡ് യു ഗോ ടു ദ സ്കൂൾ യെസ്റ്റർഡേ? ഡിഡ് യു ഗോ ടു ദ സ്കൂൾ യെസ്റ്റർഡേ? ഇന്നലെ എവിടെ പോയതായിരുന്നു? Where did you go yesterday? Where did you go yesterday? I went to the Lulu Mall. ഞാൻ ലുലു മാളിൽ പോയതായിരുന്നു. നമുക്കൊന്നുകൂടെ ചോദിക്കാം, Where did you go yesterday? I went to the Lulu Mall. എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നു അവിടുന്ന്? എന്തെങ്കിലും വാങ്ങിച്ചോ? Did you buy anything? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം, അവിടെ നിന്നുള്ളതാണ് നമുക്ക് മനസ്സിലായല്ലേ. എങ്കിൽ നമുക്ക് ചോദിക്കാം, Did you buy anything from there? Did you buy anything from there? No, I did some window shopping. I did some window shopping. ഇനി വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി നടക്കുമല്ലേ, ഒന്നും വാങ്ങിക്കുന്നില്ല. എല്ലാവർക്കും കണ്ടുകൊണ്ട് നമ്മൾ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും അതാണ് സംഭവിക്കുന്നത് അല്ലേ. എന്താണ്, നമ്മളിങ്ങനെ നോക്കി നടക്കുന്നു, ഇത് കൊള്ളാം അത് കൊള്ളാം, കയറി വില ചോദിക്കുന്നു, പക്ഷെ ഒന്നും വാങ്ങിക്കുന്നില്ല. അതിനാണ് എന്താ പറയുന്നത്, വിൻഡോ ഷോപ്പിംഗ്. ഇതാണ് വിൻഡോ ഷോപ്പിംഗ്. ഡിഡ് യു ബൈ എനിത്തിങ്? No, I did some window shopping. No, I did some window shopping. അവിടെ വെച്ച് സിനിമ വല്ലതും കണ്ടോ? Did you watch any movie there? Did you watch any movie there? No, I didn't. No, I didn't. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? രസമായിരുന്നോ? Did you have a good time there? Did you have a good time there? Yes, it was really a lot of fun. ഭയങ്കര രസമായിരുന്നു. Did you have a good time there? Yes, it was really a lot of fun. It was really a lot of fun. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിച്ച സെൻറ്റൻസുകളുണ്ടല്ലോ, ഈ സെൻറ്റൻസുകൾ നിങ്ങളുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ മറ്റാരോടോ ഒക്കെ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അവരെവിടെയെങ്കിലും പോയായിരുന്നു, നിങ്ങൾ എവിടെയെങ്കിലും പോയായിരുന്നു എന്നൊക്കെയുള്ളൂ നമ്മൾ മാക്സിമം ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഏത് ഭാഷയും പഠിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.